ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്നവരെ, നാവിനെ അടക്കുക എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 3-ാം അധ്യായം 5-ാം തിരുവചനം പറയുന്നത്, നാവ് ശരീരത്തിലെ ഒരു ചെറിയ അവയവമാണ്. അത് വൻപു പറയുന്നു. ചെറിയ ഒരു തീപ്പൊരി എത്ര വലിയ വനത്തെയാണ് ചാമ്പലാക്കുക. നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ലോകം തന്നെയാണ്. പ്രൈസ് ലോർഡ്. നാവ് ശരീരത്തിലെ ചെറിയ അവയവങ്ങളിൽ ഒന്നാണ്, എന്നാൽ അത് വൻപു പറയുന്നു. ഓർക്കുക, നമ്മളോട് ആരെങ്കിലും സംസാരിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്ക് കയറി നമ്മൾ ചെയ്ത നന്മകളും നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നന്മകളുമെല്ലാം തുടരെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതൊരു വൻപു പറച്ചിലല്ലേ എന്നൊന്ന് ചിന്തിക്കുക. ഞാൻ എൻ്റെ തൊഴിൽ മേഖലയിൽ ഞാൻ വലിയ വ്യക്തിയാണെന്ന് കാണിക്കുക, അതൊക്കെ അഹങ്കാരത്തിൻ്റെയും വൻപു പറച്ചിലിൻ്റെയും ഭാഗമല്ലേ? സ്നേഹമുള്ളവരെ, കഴിഞ്ഞ ദിവസം എന്നിൽ പ്രവർത്തിച്ച ഒരു കാര്യം നിങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വേനൽക്കാലമാണല്ലോ, കിണറുകൾ വറ്റിക്കൊണ്ടിരിക്കുന്നു, പുതിയ വീടുകൾ പണിയുന്നു, ജലം ലഭിക്കാതെ കിണറിന് വേണ്ടി ജനം ഓടുന്നു. ആ സാഹചര്യത്തിൽ പല വ്യക്തികളും എന്നെ വിളിച്ച് കിണറിൻ്റെ സ്ഥാനം കാണിക്കുമ്പോൾ എനിക്കതിൽ വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു ഹൈന്ദവ ക്ഷേത്രത്തിന് വേണ്ടി ജലം കിട്ടുവാൻ വേണ്ടി സ്ഥാനം കാണുവാൻ വേണ്ടി എന്നെ വിളിച്ചു. അതിനു മുൻപ് മറ്റൊരു ക്ഷേത്രത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ഞാൻ കുരിശുരൂപം പിടിച്ചാണ് അതിന് ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്തത്. എന്നിരുന്നാലും എന്നിലെ അഹം അവിടെ ഒന്ന് ഉയർന്നു വന്നു. സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ സ്ഥാനം കാണുവാനും കിണറിന് സ്ഥാനം കാണുവാനൊക്കെ വരുന്നത് മറ്റു മതസ്ഥരാണല്ലോ. എന്നാൽ ഒരു അമ്പലത്തിന് വേണ്ടി ക്രിസ്തു മാർഗത്തിലേക്ക് ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാൻ കിട്ടിയ ഒരു അവസരമായി ഞാൻ അതിനെ കാണുകയും സ്ഥാനം കണ്ടുകൊടുക്കുകയും സമർത്ഥമായ ജലം ലഭിക്കുകയും ചെയ്തു. അല്ല, എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ ഷെയർ ചെയ്യുമ്പോൾ എന്നെ ഞാനവിടെ ഉയർത്തി കാണിച്ചോ എന്നൊരു സംശയം എനിക്ക് തോന്നി. തെറ്റുകൾ തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ ഞാൻ മാപ്പപേക്ഷിച്ചു. എന്നെ എളിമപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ നാവിൽ കടന്നു വരുന്ന ചിന്തകൾ, അല്ലെങ്കിൽ ഹൃദയത്തിൽ കടന്നു വരുന്ന ചിന്തകൾ നാവിടെ പുറത്തേക്ക് വരുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്ന് പറയുന്നതോടൊപ്പം തന്നെ എന്നെയും മഹത്വപ്പെടുത്തിയോ എന്നൊരു ചിന്ത. പ്രിയ സഹോദരങ്ങളെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ കടന്നു വരുവാൻ സാധ്യതയുണ്ട്. പ്രലോഭനങ്ങളെ അതിജീവിക്കണം. എക്കാലവും നമുക്ക് പ്രലോഭനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. തിരിച്ചറിയുക, അനുദപിക്കുക, ദൈവത്തോട് ചേർന്നിരിക്കുക. അത് നമ്മളെ വീണ്ടും വീണ്ടും ദൈവം കരം പിടിച്ചു ഉയർത്തും. പ്രൈസ് ലോർഡ്. നാവ് തീയാണ്, അത് പലരെയും നശിപ്പിക്കുവാൻ കാരണമാകും. എന്നാൽ നല്ല വാക്കുകൾ പറഞ്ഞാൽ അനേകർക്ക് ചൂട് പകർന്നു കൊടുക്കുവാനും ഉണർവ് കൊടുക്കുവാനും അവരെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുവാനും സാധിക്കും. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധമേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.